VC നിയമനത്തിനുള്ള പ്രതിനിധിയെ നിശ്ചയിക്കാൻ ചേർന്ന കേരള സർവകലാശാല യോഗത്തിൽ നാടകീയ രംഗങ്ങൾ. സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള ഗവർണറുടെ നീക്കം നിയമവിരുദ്ധമാണെന്ന പ്രമേയം യോഗം പാസാക്കി. വൈസ് ചാൻസലർക്ക് പകരം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അധ്യക്ഷത വഹിച്ചാണ് പ്രമേയം പാസാക്കിയത്. പ്രമേയം പാസായിട്ടില്ലെന്ന VCയുടെ നിലപാട് മന്ത്രിയും VCയും തമ്മിൽ വാക്പോരിനിടയാക്കി. ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് മന്ത്രി അവിടെ ആക്കിയിട്ടുള്ളത്. VCയാണ് പ്രത്യേക അജണ്ട വെച്ചാണ് ഇന്നത്തെ യോഗം വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ആ അജണ്ടയ്ക്ക് വിരുദ്ധമായിട്ട് യോഗം അലങ്കോലപ്പെടുത്താൻ വന്നവരോടൊപ്പം നിന്നുകൊണ്ട് പലതവണ യോഗം പിരിച്ചുവിടാനും യോഗത്തിന്റെ അജണ്ടയിലേക്ക് കടക്കാതിരിക്കാനുള്ള ശ്രമം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി. അതിനെ ചെറുക്കാൻ ഞങ്ങൾക്ക് ശ്രമിച്ചു. പ്രക്ഷുബ്ധാവസ്ഥയെ തുടർന്നാണ് സെനറ്റ് യോഗം പിരിച്ചുവിട്ടതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അറിയിച്ചു. VA ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഗിരീഷ്, ഈ സെനറ്റിലെ തീരുമാനം എന്താണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? കാരണം മന്ത്രി ഒരു നിലപാട് പറയുന്നു, VC മറ്റൊരു നിയമപ്രശ്നം ചൂണ്ടിക്കാട്ടുന്നു. യഥാർത്ഥത്തിൽ ഈ VC നിയമനവുമായി ബന്ധപ്പെട്ട സെർച്ച് കമ്മിറ്റിയിലേക്ക് ഒരു നോമിനിയെ അയക്കുന്നതിൽ എന്ത് തീർപ്പിന്നുണ്ടായി എന്നാണ് കരുതേണ്ടത്? വേണു, ഇക്കാര്യത്തിൽ ഒരു തീർപ്പ് ഇന്നത്തെ സെനറ്റ് യോഗത്തിൽ ഉണ്ടായിട്ടില്ല. ആശയക്കുഴപ്പവും അവ്യക്തതയും ഇപ്പോഴും തുടരുകയാണ്. രാവിലെ ചേർന്ന സെനറ്റ് യോഗത്തിൽ അജണ്ട വായിച്ചപ്പോൾ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇടതംഗങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ സെർച്ച് കമ്മിറ്റിയിലേക്ക് ഒരു പ്രതിനിധിയെ നൽകാൻ ഇപ്പോൾ നിയമപരമായി കഴിയില്ല എന്ന നിലപാടാണ് ഇടത് അംഗങ്ങൾ എടുത്തത്. എന്നാൽ ഗവർണറുടെ നോമിനികൾ ഇതിനെ എതിർത്തു. ഇതാണ് വാഗ്വാദത്തിന് കാരണമായത്. ഇതിന് ഇടയിലാണ് ഇടതംഗം പ്രമേയം അവതരിപ്പിച്ചത്. ഇത്തരത്തിൽ സെർച്ച് കമ്മിറ്റിയിലേക്ക് ഉള്ള ഗവർണറുടെ നിർദ്ദേശം നിയമവിരുദ്ധമാണെന്നും അതിനാൽ പ്രതിനിധിയെ നൽകേണ്ടതില്ലെന്നുമുള്ള പ്രമേയം ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം അംഗീകരിക്കുകയായിരുന്നു. എന്നാൽ VC ഇത് അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല. ഇതാണ് മന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും VCയും തമ്മിലുള്ള വാക്പോരിന് ഇടയാക്കിയത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആണ് ഇന്നത്തെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത്. മന്ത്രി പറഞ്ഞത് ഇക്കാര്യത്തിൽ പ്രമേയം പാസാക്കി കഴിഞ്ഞു, അതിനാൽ തന്നെ യോഗം പിരിയണം എന്നുള്ളതായിരുന്നു. എന്നാൽ VCയുടെ നിലപാട് ഇത്തരത്തിലൊരു പ്രമേയം പാസാക്കിയിട്ടില്ല എന്നുള്ളതായിരുന്നു. ഇതിനിടയിലാണ് UDF അംഗങ്ങൾ ഡോക്ടർ ദിലീപ് കുമാറിന്റെയും അതോടൊപ്പം തന്നെ ഗവർണറുടെ നോമിനികൾ MKC നായരുടെയും പേര് ഈ സെർച്ച് കമ്മിറ്റിയിലേക്ക് നിർദ്ദേശിക്കുന്നത്. ഇതിൽ ഒരു പേര് ഗവർണർക്ക് നൽകുമെന്നാണ് VC യോഗത്തെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അപ്പോഴും ഉയരുന്ന ഒരു ചോദ്യം, ഇത്തരത്തിൽ ഒരു പ്രമേയം പാസാക്കിയിട്ടുണ്ടോ? ഇതിന് നിയമസാധ്യതയുണ്ടോ? മറ്റൊന്ന്, ഇങ്ങനെ സെനറ്റ് കമ്മിറ്റി അല്ലെങ്കിൽ സെനറ്റ് യോഗം അംഗീകരിക്കാത്ത പേര് ഗവർണർക്ക് കൈമാറാൻ കഴിയുമോ? ഇത് തീർച്ചയായും അടുത്ത നിയമ പോരാട്ടത്തിലേക്കും നിയമക്കുരുക്കിലേക്കും നീങ്ങുമെന്നുള്ള കാര്യം ഉറപ്പാണ്. വേണു, VA ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് സെനറ്റ് യോഗത്തിന്റെ വിശദാംശങ്ങൾ നൽകിയത്.